ലോക ഫുട്ബോളിന്റെ ആവേശം എല്ലായിടത്തുമുണ്ട്. തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ ഒരു കൂട്ടം ഫുട്ബോൾ പ്രേമികൾ ബൈക്കർ റാലിയുമായാണ് ഇവിടെ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഫുട്ബോൾ ആവേശം തന്നെയാണ്. എല്ലാ ടീമിന്റെ ആരാധകരുമുണ്ട്. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഒക്കെ മൊറാക്കോയുടെയും ഒക്കെ. മൊറാക്കോ ഇപ്പോൾ ഒരു സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകരും ഒക്കെ ഉണ്ട്. ഏതായാലും എന്താണ് എത്രത്തോളം ആവേശമായി കഴിഞ്ഞു വേൾഡ് കപ്പ്? വേൾഡ് കപ്പ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പല ഫാൻസുകാരുണ്ടെങ്കിലും ഒരുമയോടെയാണ് സംസാരിക്കുന്നതും ആരോഗ്യപരമായിട്ടുള്ള ചർച്ച ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയുകയും ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റും നടത്തുന്നില്ല. കാരണം എല്ലാ ടീമും യോഗ്യരാണ്. വേൾഡ് കപ്പിൽ വരുന്ന എല്ലാ ടീമും യോഗ്യരാണ്. ഞങ്ങൾ അതിനോടൊപ്പം തന്നെ ഫുട്ബോളിനെയും സ്പോർട്സിനെയും കാണുന്നത് ഒരു മയക്കുമരുന്നിന് എതിരെയുള്ള ഒരു പ്രചോദനമായിട്ടാണ് എല്ലാ സ്പോർട്സിനെയും ഞങ്ങൾ കാണുന്നത്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു മതസൗഹാർദ്ദവും മയക്കുമരുന്നിനെതിരെ നിൽക്കുന്ന ഒരു സംഭവം ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണ്. അർജന്റീന കപ്പടിക്കുമോ? അല്ല, കപ്പടിക്കാൻ ഈ പ്രാവശ്യം സാധ്യത കുറവാണ്. അല്ല അതുകൊണ്ടല്ല. ടീം നമ്മൾ ഒരു ക്വാർട്ടറൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രവചിക്കാൻ പറ്റൂ. കാര്യം ഇന്നലത്തെ കളി തന്നെ നമ്മളെ മൊറോക്കയും ബ്രസീലിനെയും കളി നമുക്ക് മനസ്സിലായില്ല എങ്ങനെയൊക്കെ പോകും. അതുകൊണ്ട് ഞാനൊരു അർജന്റീന ഫാൻസ് ആണെങ്കിൽ പോലും ജയിക്കുന്ന ടീമിനാണ് യോഗ്യതയുള്ളത് എന്ന് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ്? ഏതായാലും ബ്രസീലിന്റെയും ക്രിസ്ത്യാനോയുടെ ആണോ പോർച്ചുഗലിന്റെ ഒക്കെ ഒരേ വണ്ടി തന്നെ? അതാണോ? ബന്ധുക്കളല്ലോ ആണോ? ബന്ധുവായിട്ട് വരും. മകനാണ്. അപ്പോൾ എങ്ങനെ വീട്ടിൽ തർക്കമല്ലോ ഉണ്ടോ? ഒരു തർക്കവുമില്ല. ഞങ്ങൾ വളരെ ആവേശകരമായിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നിരാശയാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് നിരാശയുമില്ല. ഇന്നലെ നമ്മൾ ചെറിയൊരു പ്രാക്ടീസ് മാച്ചായിട്ട് ബ്രസീൽ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ബ്രസീൽ മനസ്സിലാകാത്തതാണെന്ന് തോന്നുന്നു. അതെ. നിങ്ങൾ കളി കാണുമ്പോൾ മനസ്സിലാകും. ആദ്യത്തെ 12 മിനിറ്റ് വളരെ ഗംഭീരമായിട്ട് മൊറോക്കോ കളിച്ചെങ്കിലും അതിനുശേഷം തിരിച്ച് ഗോൾ അടിച്ചതിന് ശേഷം വളരെ മനോഹരമായിട്ട് തന്നെ 2-3 അറ്റംപ്റ്റ് ബ്രസീലിന് കിട്ടിയെങ്കിലും അത് നമുക്ക് ഗോളാക്കാൻ സാധിച്ചില്ല. എന്നാലും സമതയിൽ പിരിഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം. റൊണാൾഡോ ബുധനാഴ്ച ഇറങ്ങും അല്ലേ? എങ്ങനെ ഉണ്ടാവും? ടീം എങ്ങനെയുണ്ട്? ടീം കൊള്ളാം. വലിയ ടീമാണ്. മിഡ്ഫീൽഡൊക്കെ നല്ല വലിയ മിഡ്ഫീൽഡാണ്. റൊണാൾഡോ മാത്രമല്ല കളിക്കും, ജയിക്കും, കപ്പടിക്കും. ആരൊക്കെയാണ് പ്രധാനപ്പെട്ടത്? റൊണാൾഡോ എല്ലാ പ്രതീക്ഷിക്കുന്നുണ്ട്. റാഫേൽ ലിയോ ഉണ്ട്, ജാവോ ഫെലിക്സ് ഉണ്ട്, പിന്നെ വിത്തീന എന്ന് പറഞ്ഞ മിഡ്ഫീൽഡിൽ ഒരു പ്ലെയർ ഉണ്ട്. അവരെ നല്ല കളിയാണ്. ഗോൾ ആരടിക്കും ഇംഗ്ലണ്ടിന് വേണ്ടി? ക്യാപ്റ്റന്റെ പേരെന്താ? ഹാരിക്കെയിൻ ഗോൾ അടിക്കും അല്ലേ? തവണ അടിക്കും. ഓക്കെ. നമുക്കിപ്പോൾ ഫ്രാൻസ് ജേഴ്സി ഇട്ടിട്ട് ഫ്രാൻസിൽ ആരാധിച്ച് പറ്റുള്ളൂ ആൾക്കാർ ഫണ്ടില്ലേ. പക്ഷേ ഞങ്ങളിത് നടത്തുന്നത് പ്ലേ മോർണിംഗ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 പേര് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഇന്ന് 60ഓളം പ്ലേയേഴ്സാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഡ്രഗ്സിനെതിരെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഗ്രൂപ്പ് ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ മാച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റാലി കഴിഞ്ഞിട്ട് മാച്ച് ഉണ്ടല്ലേ അവിടെ? ഏതൊക്കെ ടീം കളിക്കുന്നത്? റാലി കഴിഞ്ഞിട്ട് ഫസ്റ്റ് കളി കൊണ്ട് അർജന്റീന ബ്രസീലാണ്, രണ്ടാമത് ഫ്രാൻസ് പോർച്ചുഗൽ, പിന്നെ ലീഗാണ്. ആ ഇതോടെ തന്നെയാണ് നമ്മൾ കളിക്കുന്നത്. ലീഗാണ് മാച്ച് കളിക്കുന്നത്. എന്താണ് ബ്രസീലിന്റെ പ്രതീക്ഷ എങ്ങനെയുണ്ട്? ബ്രസീൽ ജയിക്കും. എന്ത് പറയാൻ, ഞാനൊരു ബ്രസീൽ ഫാനാണ്. ബ്രസീൽ ജയിക്കും ഈ പ്രാവശ്യം. ഇന്നത്തെ കളി കാര്യമാക്കണ്ട, ബ്രസീൽ ജയിച്ചിരിക്കും. കാര്യമാക്കണ്ട, ആദ്യത്തെ മാച്ചല്ലേ. എങ്ങനെയുണ്ട്? ബ്രസീൽ ജയിക്കുമോ? ബ്രസീൽ ജയിക്കുമോ? അറിഞ്ഞൂടെ? ഞങ്ങൾ സത്യത്തിൽ ഡ്രഗ്സിനെതിരായിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് ഡ്രഗ്സിനേക്കാൾ ഏറ്റവും വലിയ ലഹരി ഞങ്ങളുടെ ഫുട്ബോളാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് അതിനുവേണ്ടിയുള്ള വലിയൊരു തയ്യാറെടുപ്പിലാണ്. ഇനി വരുന്ന പുതിയ ജനറേഷനും ഇതിനു വേണ്ടി മുൻകരുതലെടുക്കുക, ഞങ്ങളോടൊപ്പം കൂടുക, എൻജോയ് ചെയ്യുക. അതുതന്നെയാണ് ഒരു സന്ദേശം കൂടി ഉൾക്കൊണ്ടാണ് ഇവരുടെ ഈ റാലിയും ഈ ഫുട്ബോളിനോടുള്ള കമ്പവും ഒക്കെ. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള മത്സരങ്ങളൊക്കെ? പ്രതീക്ഷ നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ടോ? നിലവാരം കുഴപ്പമില്ല. പിന്നെ ഇനി അടുത്ത നോക്കൗട്ട് കഴിയുന്ന സമയത്ത് കളിയുടെ ആ രീതിയിൽ മാറുകയുള്ളൂ. എല്ലാ ടീമുകളും നല്ലതാണ് കളി. പിന്നെ ഡ്രഗ്സിനെതിരെയാണ് ഈ സന്ദേശം കൊടുക്കുന്നത്. അതെ, എല്ലാവരുടെയും ആയതുകൊള്ളാലോ. എല്ലാവരുടെയും ജേഴ്സിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമുണ്ട്. ഫുട്ബോളാണ്. അതെ, ഫുട്ബോൾ ജയിക്കണം. ഇപ്പോൾ കോച്ചാണ്. ഫുട്ബോൾ ജയിക്കണം. നമ്മുടെ ഫുട്ബോളാണ് ഇന്നത്തെ തലമുറ. ലഹരിക്ക് അടിമയാകാതെ ഫുട്ബോളിൽ കൂടെ പിള്ളേർ വളർന്നു വളരണം. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ കോച്ച് നടത്തുമ്പോഴും അവരെ മദ്യം വയ്ക്കാത്ത പിള്ളേരെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് ആദ്യമേ പറഞ്ഞു കൊടുക്കും. അതുതന്നെയാണ് ഈ ഫുട്ബോൾ അങ്ങനെ ഒരു കാര്യം കൂടിയാണ്. അതായത് ലഹരിയിലേക്ക് യുവതലമുറ പോകരുത്, ഫുട്ബോൾ തന്നെ ലഹരിയായി എടുത്ത് മുന്നോട്ട് പോകണം. ആ ഒരു സന്ദേശമാണ്, ഒരു പരിശീലനം കൂടിയായ അദ്ദേഹം നൽകി. ഏതായാലും ഇവിടെ റാലി തുടരുകയാണ്. ഇവർ നഗരപ്രദക്ഷിണം നടത്തും. അതിനുശേഷം
ടീമുകളുടെ ജേഴ്സിയിൽ തന്നെ മത്സരങ്ങളും ഒരു ടൂർണമെൻറ്റും ഇന്ന് ശംഖുമുഖം കടപ്പുറത്ത് നടത്തും. സ്ഥിരമായി ഫുട്ബോൾ കളിക്കുന്ന, എല്ലാ ദിവസവും രാവിലെ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ ഒരു ഫുട്ബോൾ ആവേശമുയർത്തിയുള്ള റാലിയാണ് കടന്നു പോകുന്നത്. അരുൺ എമ്മിനൊപ്പം വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.